ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ബാംഗ്ലൂരുള്ള BGS ആൻഡ് SJB ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് കേട്ടോ. അപ്പോൾ കോളേജ് നല്ല അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറാണ്, നല്ല ക്യാമ്പസ് ലൈഫും കൂടെ തന്നെ പ്ലേസ്മെൻറ്റും കൂടെ തന്നെ നല്ല ക്ലിനിക്കൽ പ്രാക്ടീസും നമ്മുടെ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ BSc നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ്, അതുപോലെ എഞ്ചിനീയറിംഗ്, അതുപോലെ മാനേജ്മെൻറ്റ് കോഴ്സുകൾ, അതുപോലെ ആർക്കിടെക്ചർ കോഴ്സുകൾ എല്ലാം ഈ കോളേജിൽ അവൈലബിൾ ആണ്. ഒരൊറ്റ ക്യാമ്പസിൽ എല്ലാ കോഴ്സസും അവൈലബിൾ ആണ്. അപ്പോൾ ഈ കോളേജ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളുടെ കോളേജിൻ്റെ എൻട്രി വരുന്നത്. അപ്പോൾ ഇത് മെഡിക്കൽ കോളേജാണ് കേട്ടോ. ഈ ഒരു ബിൽഡിങ്ങിലാണ് നമ്മളുടെ ക്ലാസ് റൂംസും അതുപോലെ ലാബും എല്ലാം വരുന്നത്. നഴ്സിംഗും അലൈഡ് ഹെൽത്ത് സയൻസ് എല്ലാവരും ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കോളേജ് വരുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ നല്ല ക്ലിനിക്കൽ പ്രാക്ടീസ് എല്ലാം നമ്മുടെ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോളേജ് ബാംഗ്ലൂർ കെങ്കേരിയാണ് കേട്ടോ. കെങ്കേരി മെട്രോ സ്റ്റേഷന് തൊട്ടടുത്താണ് നമ്മുടെ കോളേജ് വരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വരുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജാണ്. അതുപോലെ മെഡിക്കൽ കോളേജാണ്, നല്ലൊരു മെഡിക്കൽ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് BSc നഴ്സിംഗ്, അതുപോലെ അലൈഡ് ഹെൽത്ത് സയൻസ്, അതുപോലെ ഫാർമസി കോഴ്സ് എല്ലാം അഡ്മിഷൻ എടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, BGS ഗ്ലോബൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ റൂംസ് എല്ലാം വരുന്നത്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറാണ് കേട്ടത്. അഡ്മിഷൻ ബ്ലോക്കും കാര്യങ്ങളെല്ലാം ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലോറിലാണ് നമ്മളുടെ ലെക്ചറിങ് ഹാളും അതുപോലെ ലാബ്സ് എല്ലാം വരുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ എല്ലാ ഫ്ലോർസും വരുന്നത് കേട്ടോ. അതുപോലെ ക്ലാസ് റൂംസും ലാബും എല്ലാം തന്നെ ഇവിടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഗേൾസ് ഹോസ്റ്റൽ അതുപോലെ ബോയ്സ് ഹോസ്റ്റലൊക്കെ നമ്മൾ ഇൻസൈഡ് ദി ക്യാമ്പസ് തന്നെയാണ് വരുന്നത്. നല്ല ക്ലിനിക്കൽ പ്രാക്ടീസും കൂടെ തന്നെ നമുക്ക് പഠിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ബാംഗ്ലൂർ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മളുടെ BGS ആൻഡ് SJB ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കെങ്കേരിയാണ് നമ്മുടെ കോളേജ് വരുന്നത്. മെഡിക്കൽ കോളേജാണ്, കൂടെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നമ്മുടെ കോളേജിൽ വരുന്നുണ്ട്. നല്ല സേഫ് ആൻഡ് സെക്യൂർഡ് ആണ്. അതുപോലെ കാം ആൻഡ് ക്വയറ്റ് ആണ്. സ്റ്റുഡൻസിനെല്ലാം നല്ല രീതിയിൽ നമ്മളൊരു മെഡിക്കൽ ഫീൽഡിലുള്ള സ്റ്റുഡൻസ് നല്ല രീതിയിൽ പഠിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു കോളേജാണ് നമ്മുടെ BGS ആൻഡ് SJB. ബാംഗ്ലൂരിൽ തന്നെ ഏത് മെഡിക്കൽ കോളേജിൽ പഠിക്കണം എന്നൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും പല കുട്ടികളും. അതായത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ തന്നെ ഏത് കോളേജിൽ പഠിക്കണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ BGS ആൻഡ് SJB. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെൽ ഇൻഫ്രാസ്ട്രക്ചറും കൂടെ തന്നെ നല്ല സൂപ്പർ ക്ലിനിക്കൽ പ്രാക്ടീസും നല്ല അക്കാഡമിക്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിൽ തന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ നല്ല 10 മെഡിക്കൽ കോളേജുകളുടെ ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് നമ്മളുടെ BGS ആൻഡ് SJB. കെങ്കേരിയാണ്, കാരണം ആക്സസ് ചെയ്യാൻ വളരെ ഈസിയാണ്. മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ്. ഒരുപാട് മലയാളി സ്റ്റുഡൻസ്, 90% മലയാളി സ്റ്റുഡൻസ് ആണ് ഇവിടെ പഠിക്കുന്നത്. ഒന്നാമത് ആക്സസ് ചെയ്യാൻ വളരെ ഈസിയാണ് കോളേജിലേക്ക്. അതുകൊണ്ട് തന്നെ മലയാളീസ് ഒത്തിരി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നല്ല സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് നമുക്ക് നല്ലൊരു കോഴ്സ് ഇവിടുന്ന് പഠിച്ചിറങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ക്യാമ്പസിൽ 2 നഴ്സിംഗ്
ക്യാമ്പസ് അവൈലബിൾ ആണ്. ഒന്ന് BGS, അതുപോലെ ഒന്ന് SJB. രണ്ടും വരുന്നത് ജിംസിൻ്റെ അണ്ടറിലാണ് കേട്ടോ, ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ഏത് ക്യാമ്പസിൽ വേണമെന്ന് സ്റ്റുഡൻസിന് പ്രിഫർ ചെയ്യാം. രണ്ടിലും സെയിം ഫീസാണ്. രണ്ട് വരുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലാണ്. അത് സ്റ്റുഡൻസിൻ്റെ പ്രിഫറൻസ് ആണ് ഏത് കോളേജിൽ എടുക്കണം എന്നുള്ളത്. എങ്ങനെയായാലും സെയിം ക്യാമ്പസ്, സെയിം ഹോസ്പിറ്റൽ, സെയിം ഹോസ്റ്റൽ, സെയിം ഫീസ്, എല്ലാം തന്നെ സെയിം തന്നെയാണ്. അപ്പോൾ നല്ല ഒരു ക്യാമ്പസാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 2200 ബെഡ് ഹോസ്പിറ്റലാണ് വരുന്നത്. മെഡിക്കൽ കോളേജാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബിൽഡിങ് കംപ്ലീറ്റ്, ഈ ഒരു മെഡിക്കൽ സയൻസ് കംപ്ലീറ്റ് വരുന്നത് ഇവിടെയാണ്. ക്ലാസ് റൂംസ് ആണെങ്കിലും അതുപോലെ മറ്റുള്ള ലാബ് ഫെസിലിറ്റീസ് എല്ലാം വരുന്നത് ഇവിടെയാണ് കേട്ടോ. 2200 ബെഡ് ഹോസ്പിറ്റലാണ് വരുന്നത്. കോളേജ് നമുക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവിടെ നമുക്കൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് മെഡിക്കൽ കോളേജാണ്. അപ്പോൾ പുതുതായിട്ടൊരു ഹോസ്പിറ്റൽ കൂടി അവരിപ്പോൾ പണിയുന്നുണ്ട്. അതൊരു 600 ബെഡ് ഹോസ്പിറ്റലാണ്. അതുപോലെ ഡെൻ്റൽ ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 4 ഹോസ്പിറ്റലാണ് നമ്മളുടെ കോളേജിൻ്റെ അണ്ടറിൽ വരുന്നത്, ജിംസിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ 2 കോളേജ് നമ്മുടെ ജിംസിൻ്റെ അണ്ടറിൽ തന്നെയാണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപോലെ മെഡിക്കൽ സയൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഏത് കോഴ്സ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മളുടെ ഈ കോളേജിലേക്കുള്ള എൻട്രി ആണ് കേട്ടോ. അതായത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വരുന്നത് കോളേജിൻ്റെ ഹോസ്പിറ്റലാണ്. അപ്പോൾ 2 ഹോസ്പിറ്റൽ നമുക്ക് താഴെ വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ എൻട്രി വരുന്നത് ഇതിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ മെഡിക്കൽ കോളേജ്, അതുപോലെ നഴ്സിംഗ്, എല്ലാ മെഡിക്കൽ സയൻസിൻ്റെ എല്ലാ കോഴ്സസും ഒരു ബിൽഡിങ്ങിലാണ്. ഇപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ IT, എഞ്ചിനീയറിംഗ്, അതുപോലെ നമ്മളുടെ മാനേജ്മെൻറ്റ് കോഴ്സൊക്കെ ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മറ്റുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഫെസിലിറ്റീസൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് നമ്മളുടെ കോളേജിൻ്റെ ഡെൻ്റൽ സയൻസ് വരുന്നത് കേട്ടോ. അതായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ 4 ഹോസ്പിറ്റൽസ് വരുന്നുണ്ട് ഈ കോളേജിന്. നമുക്ക് ഒരു ജനറൽ ഹോസ്പിറ്റൽ, ഒന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി, ഒന്ന് മെഡിക്കൽ കോളേജും, ഒന്ന് നമുക്ക് ഡെൻ്റൽ ഹോസ്പിറ്റലാണ് വരുന്നത്. അതാണ് ഈ കാണുന്ന ബിൽഡിങ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതുപോലെ നമ്മളുടെ കോളേജ് BGS ആൻഡ് SJB ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് 2 പേരിലാണ് നമ്മുടെ കോളേജ് ഉള്ളത്. ഒന്ന് BGSൻ്റെ അണ്ടറിലാണ് നമ്മുടെ മെഡിക്കൽ സയൻസിൻ്റെ കീഴിലുള്ള എല്ലാ കോഴ്സസും വരുന്നത്. അതുപോലെ SJBയുടെ അണ്ടറിലാണ് നമുക്ക് എഞ്ചിനീയറിങ്ങും അതുപോലെ നമ്മളുടെ മാനേജ്മെൻറ്റ് കോഴ്സ് എല്ലാം വരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് വരുന്നത് ഇവിടെയാണ്. ഈ മാനേജ്മെൻറ്റ് കോഴ്സസും എഞ്ചിനീയറിംഗും IT എല്ലാം വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനകത്തെല്ലാം ഓരോ വേൾഡ് ഫേമസ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഓരോ പേരുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കമ്പനീസ് ആയിട്ടാണ് നമ്മുടെ കോളേജൊക്കെ കൊളാബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസിന് പ്ലേസ്മെൻറ്റ് കാര്യത്തിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് പ്ലേസ്മെൻറ്റോട് കൂടെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു ക്യാമ്പസ്, അതുപോലെ നല്ല സൂപ്പർ ഗുഡ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനോട് കൂടെ നമുക്ക് പഠിച്ചിറങ്ങാവുന്നതാണ്. എഞ്ചിനീയറിംഗ് കോഴ്സസ് ആണെന്നുണ്ടെങ്കിലും, അതുപോലെ മാനേജ്മെൻറ്റ് കോഴ്സ് വിത്ത് ആഡ് ഓൺ കോഴ്സ്, BBA, അതുപോലെ തന്നെ MBA കോഴ്സ് അവൈലബിൾ ആണ്. കൂടെ നമുക്ക് ആർട്സ് ആൻഡ് സയൻസ് BCA വിത്ത് ആഡ് ഓൺ കോഴ്സ് എല്ലാം അവൈലബിൾ ആണ്. മാത്രമല്ല നമ്മുടെ കോളേജിൽ ഇന്റീരിയർ ഡിസൈനിങ് വരുന്നുണ്ട്. അതുപോലെ ആർക്കിടെക്ചർ കോഴ്സുകൾ നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ്. ഇതുപോലെ റെയർ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനായിട്ട് നമുക്കിനി കാണിക്കുമ്പോൾ ഈ വീഡിയോയിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാൻ കഴിയില്ല. കാരണം അത്രത്തോളം നമ്മുടെ കോളേജ് ഒരു ഒരു ലോകമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ വന്നതിന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഞാൻ തന്നിട്ടുണ്ട്. ഇതാണ് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ കോളേജിൽ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ കോളേജിൻ്റെ ഭാഗം തന്നെയാണ്. നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ് കേട്ടോ. സ്റ്റുഡൻസ് മെയിൻലി നമുക്ക് എഞ്ചിനീയറിംഗ് കോഴ്സുകളും അതുപോലെ മാനേജ്മെൻറ്റ് കോഴ്സൊക്കെ സ്റ്റുഡൻസിന് ക്യാമ്പസ് ലൈഫോട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു ക്യാമ്പസ് ലൈഫോട് കൂടെ ബാംഗ്ലൂരിൽ തന്നെ നമുക്ക് പഠിച്ചിറങ്ങി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനോട് കൂടെ നമുക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റി അണ്ടറിൽ നമുക്ക് നല്ലൊരു ക്യാമ്പസിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളുടെ BGS ആൻഡ് SJB. ഒരു കൺഫ്യൂഷൻസും വേണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കോളേജിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ അതിനുള്ള എല്ലാ ഹെൽപ്പുകളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഡയറക്റ്റ് നിങ്ങൾക്ക് വന്ന് കോളേജിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ബ്ലോക്ക് നമ്മളുടെ മാനേജ്മെൻറ്റ് കോഴ്സസ് വരുന്നത് കേട്ടോ. അതായത് MBA കോഴ്സ് നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ്. MBA MCA എല്ലാം നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ്.
അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കോളേജ് ലൈഫും അതുപോലെ ഗുഡ് അക്കാഡമിക് അതുപോലെ കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം തന്നെ കോളേജിൽ വെൽ ആയിട്ടുള്ളതാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. ഇപ്പോൾ +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ധൈര്യമായിട്ട് ഏത് കോഴ്സാണെന്നുണ്ടെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതും നമ്മുടെ ബാംഗ്ലൂർ കെങ്കേരിയാണ് നമ്മളുടെ കോളേജ് വരുന്നത്. നമ്മളുടെ ഗേൾസ് ഹോസ്റ്റൽ വരുന്നത്, അതുപോലെ ഗേൾസ് ആൻഡ് ബോയ്സ് ഹോസ്റ്റലെല്ലാം വരുന്നത് നമ്മളുടെ ഇൻസൈഡ് ക്യാമ്പസ് തന്നെയാണ്. അതുപോലെ കോളേജ്, ഹോസ്പിറ്റൽ, എല്ലാ ക്യാമ്പസും, അതായത് എഞ്ചിനീയറിങ്, ആർട്സ് ആൻഡ് സയൻസ്, മാനേജ്മെൻറ്റ് കോഴ്സ്, നേഴ്സിംഗ്, അലൈഡ്, BPT ഇത് തുടങ്ങി എല്ലാ ക്യാമ്പസും നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിലാണ് വരുന്നത്. ഇതാണ് നമ്മളുടെ ക്യാമ്പസ് വരുന്നത് കേട്ടോ. എല്ലാ കോഴ്സസും ഈ ക്യാമ്പസിൽ അവൈലബിൾ, ഓൾമോസ്റ്റ് എല്ലാ കോഴ്സസും അവൈലബിൾ ആണ്. റെയർ ആയിട്ടുള്ള കോഴ്സസ്, അതുപോലെ BSc ഇന്റീരിയർ ഡിസൈനിങ്, ഫാഷൻ ഡിസൈനിങ്, BArch അതുപോലെയുള്ള കോഴ്സുകളൊക്കെ നമ്മുടെ ക്യാമ്പസിൽ അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം ഞാൻ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻസൈഡ് ദി ക്യാമ്പസ് തന്നെയാണ് എല്ലാം വരുന്നത്. ഹോസ്പിറ്റലും അതുപോലെ ക്യാമ്പസും എല്ലാം വരുന്നത് ഇൻസൈഡ് ദി ക്യാമ്പസ് തന്നെയാണ്. ബാംഗ്ലൂർ, എക്സാക്ട് ബാംഗ്ലൂർ തന്നെയാണ്, കെങ്കേരിയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മെട്രോ സ്റ്റേഷൻ അടുത്താണ് വരുന്നത്. നല്ല അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറോട് കൂടെ പഠിക്കാൻ പറ്റിയ, നല്ല ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു ക്യാമ്പസാണ്. കൂടെ തന്നെ നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു കോളേജാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോളേജ് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ എടുക്കാം കേട്ടോ. അതിനുവേണ്ടിയുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ കോളേജ് അഡ്മിഷൻ എടുക്കാനും മറ്റുള്ള കോഴ്സിനെ പറ്റിയിട്ടുള്ള എന്ത് ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.